ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ചധികം വർക്ക് വന്നിട്ടുണ്ടായിരുന്നൊരു ദിവസത്തെ കേക്ക് വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 4 കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിന്. അപ്പോൾ എടുത്തൊരു ജസ്റ്റ് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പഞ്ചൊക്കെ ഒരുമിച്ച് ചെയ്ത് പിന്നീടാണ് എല്ലാം ഒരുമിച്ച് ക്രം കോട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ എല്ലാം ഞാൻ രാത്രി തന്നെ ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. രാവിലെയാണ് ഫൈനൽ കോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ രാവിലെ കൊടുക്കാനുള്ള കേക്ക് നമ്മൾ ഫൈനൽ കോട്ടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ആ ഒരു കേക്ക് രാത്രി തന്നെ ഫൈനൽ കോട്ടും കൂടി ചെയ്ത് വെച്ചാണ് കേട്ടോ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇനി പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കേക്കാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് 1/2 kg അളവിലുള്ള ഒരു ഹെയർ ഷേപ്പ് കേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ ഹെഡ് ഷേപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 6 ഇഞ്ച് മോൾഡിൽ നമ്മൾ റൗണ്ട് ടിന്നിൽ ബേക്ക് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു ഹെഡ് ഷേപ്പിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഞാൻ ഹെഡ് ഷേപ്പിൻ്റെ ടിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറവാണ് കേട്ടോ ഹെഡ് ഷേപ്പ് വരാറുള്ളത്. അങ്ങനെ വന്നാൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കേക്ക് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനോ കളറോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ക്രീമിൽ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ഇതിലേക്കൊരു ഡെക്കറേഷൻ കൊടുക്കുകയാണ് കേട്ടോ. നോസിൽ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ നോസിൽ വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ താഴെ ബോർഡറും അതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ഡിസൈനിന് മുകളിൽ നമ്മുടെ വൈറ്റ് ഷുഗർ ബീഡ്സും കൂടി വെച്ച് കൊടുത്തപ്പം നമ്മുടെ കേക്കിന് നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ ഹബ്ബി എന്നാണ്. അത് നമ്മൾ ഫോണ്ടൻ്റ് കട്ടറിൽ കട്ട് ചെയ്തിട്ട് അക്ഷരങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കേക്ക് കൂടിയാണ് കേട്ടോ. ഡിസൈനായാലും നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ആയാലും നല്ലൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് കാണാം കേട്ടോ. ഇനി നെക്സ്റ്റ് കേക്ക് വരുന്നത് 2 kg അളവിൽ ടോളായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോളാക്കുമ്പോഴത്തേക്കും 7 ഇഞ്ച് മോൾഡിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 kg അളവിലാകുമ്പോൾ 6 ലെയർ വരും കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഫൈനൽ കോട്ടും കൂടി ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത് ബ്രൈഡ് ടു ബിക്കുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പിങ്കിഷ് കളറാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം കളറിൽ തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. അതിനുശേഷം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവറാണ് ഈ ഒരു കേക്കിന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിൽ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണല്ലേ കേക്കിന് വരാറുള്ളത്. പിന്നെ നമുക്ക് അധികം പണിയും ഇല്ല കേട്ടോ. ഡിസൈനിങ്ങോ അങ്ങനെയൊന്നും ടെൻഷനില്ല. ആ ഒരു ഫ്ലവർ ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ചിപ്സൽ ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു സൈഡ് കുറച്ചൊന്ന് ബോറാവുമ്പോഴത്തേക്കും ഇതുപോലൊരു ബട്ടർഫ്ലൈ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു ബ്രൈഡ് ട്യൂബിൻ്റെ ടോപ്പറും വെച്ച് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ബ്രൈഡിൻ്റെ ആ ഒരു സെയിം ഡ്രസ്സിൻ്റെ കളർ തന്നെ ഈ ഒരു കേക്കും കൂടി വന്നപ്പം നല്ലൊരു രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബ്രൈഡ് ടൂബിക്ക് ഞാനും കൂടി പങ്കെടുത്തൊരു ബ്രൈഡ് ടൂബി ആയിരുന്നു ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നെക്സ്റ്റ് കേക്ക് വരുന്നത് ഒരു ചോക്ലേറ്റ് ട്രഫിളാണ് കേട്ടോ. അപ്പോൾ ട്രഫിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗനാഷിൽ തന്നെയാണ് ഫൈനൽ കോട്ടൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് കസ്റ്റമർ അയച്ചു തന്നൊരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്രം കോട്ടൊക്കെ ഗനാഷിൽ തന്നെയാണ് ക്രം കോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലായിട്ട് ചെയ്യുന്നത് ഈ ഒരു ക്രീമിലാണ് കേട്ടോ. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഗനാഷ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ ഒരു പിക്ക് നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചിട്ടുണ്ടായിന് അതേ രീതിക്ക് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇതേ ഒരു നോസിൽ വെച്ചിട്ടുള്ള വർക്കും പിന്നെ കുറച്ച് ചോക്ലേറ്റും ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും അതൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ രീതിക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഒരു കേക്കും കസ്റ്റമറിന് അതിൻ്റെ ടേസ്റ്റ് ആയാലും ഡിസൈൻ ആയാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. നമുക്ക് നെക്സ്റ്റ് കേക്ക് വരുന്നത് മം ടു ബിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതും നമുക്കൊരു റെഫറൻസ് പിക്ക് കസ്റ്റമർ അയച്ചിട്ട് അതേ രീതിക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിലാണ് ഈ ഒരു പിക്ക് കസ്റ്റമർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ. പൊതുവേ എനിക്ക് മം ടു ബി കേക്ക് വരാറുള്ളത് ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് ഫൈനൽ കോട്ട് ചെയ്യാറ്. അങ്ങനെയാണ് കേട്ടോ നമുക്ക് പൊതുവേ കസ്റ്റമർ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു കസ്റ്റമർ ഡിഫറെൻ്റ് ആയിരുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ ആ ഒരു ഫൈനൽ കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്താ കുറച്ച് പ്രിൻ്റ് വെക്കാനുണ്ടായിന്. ഒരു പ്രഗ്നൻ്റ് ലേഡിയും 2 കുഞ്ഞു വാവയും പിന്നെ ബോയ് ഓർ ഗേൾ ആ ഒരു ടോപ്പറും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ വെച്ച് കേക്കിൻ്റെ ലുക്ക് ഒരു അടിപൊളി ലുക്കായിരുന്നു കേട്ടോ കേക്കിന്. അപ്പോൾ കസ്റ്റമർ അയച്ചിട്ടുള്ള അതേ ഒരു മോഡൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയുള്ള കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.